പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാട്ടിലൊക്കെ ഇപ്പോൾ ഭയങ്കര ചൂടാണല്ലേ. അപ്പോൾ ഈ ചൂടിൽ നിന്ന് മാറി നിൽക്കാനും ഞങ്ങൾ കസിൻസിൻ്റെ ഒരു ഗെറ്റ് ടുഗദർ പോലെയും ലാസ്റ്റ് വീക്ക് ഞങ്ങൾ മൂന്നാർ കൊളുക്കുമലയ്ക്കൊരു ട്രിപ്പ് പോയായിരുന്നു. ഒരു പാക്കേജ് ട്രിപ്പാട്ടോ ഞങ്ങൾ പോയത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ആ പാക്കേജ് ട്രിപ്പിൻ്റെ ഡീറ്റെയിൽസും ഞങ്ങൾ സ്റ്റേ ചെയ്ത സ്ഥലവും ഇപ്പോഴത്തെ മൂന്നാറിലെ ക്ലൈമറ്റും നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം. സൂര്യനെല്ലിയിലെ ഒരു ടെൻറ്റ് സ്റ്റേ ആട്ടോ ഞങ്ങളെടുത്തത്. പാക്കേജ് അനുസരിച്ച് നമ്മളൊരു 3 മണിക്ക് അവിടെ ചെക്ക് ഇൻ ചെയ്യണമെന്നായിരുന്നു. പക്ഷേ ഞങ്ങളെല്ലാവരും ആലുവയിൽ വന്ന് മീറ്റ് ചെയ്തപ്പോഴത്തേനും ഒത്തിരി ലേറ്റായിരുന്നു. ഞങ്ങളുടെ ഭാഗ്യം എന്ന് പറയാം, ഞങ്ങൾ ചെന്ന ദിവസം തന്നെ ചെറുതായിട്ട് മഴ പെയ്തു കേട്ടോ. അതുകൊണ്ട് തന്നെ ചെറുതായിട്ട് തണുപ്പുണ്ട്. അതുകൊണ്ട് തന്നെ ചെറുതായിട്ട് കോടമഞ്ഞൊക്കെ കാണാൻ പറ്റി. മൂന്നാറിൽ ഇപ്പോൾ വൈകിട്ട് 3 മണി തൊട്ട് രാവിലെ 10 മണി വരെ തണുപ്പാട്ടോ. അതിന് ശേഷം ചൂടാണ്. ടെൻറ്റിലെത്തിയപ്പോഴത്തേനും 6:30 ആയിട്ടോ സമയം. മൂന്നാർ ഇവ ഓർ ടെൻറ്റ് വില്ല എന്നാട്ടോ സ്ഥലത്തിൻ്റെ പേര്. ഇവിടെ പെർ ഹെഡ് 1800 രൂപയാണ് വരുന്നത്. ഒത്തിരി ടെൻറ്റുകളുണ്ട് ഇവിടെ. പിന്നെ കോമൺ ആയിട്ടുള്ള ബാത്റൂമാണ്. ബാത്റൂമൊക്കെ നല്ല നീറ്റാണ്. അതിൻ്റെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കുട്ടികളുണ്ടായതുകൊണ്ട് പല വീഡിയോസും നമുക്ക് എടുക്കാൻ പറ്റിയില്ല കേട്ടോ. ഫോൺ ചാർജ് ചെയ്യാനായിട്ടുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. നല്ല ആംബിയൻസ് ഉള്ളൊരു പ്ലേസ് ആട്ടോ ഇത്. DJയും ക്യാമ്പ് ഫയറൊക്കെ ഉണ്ടായിരുന്നു. ഫാമിലീസായിട്ടും ബാച്ചിലേഴ്സായിട്ടും ഒത്തിരി ആൾക്കാരും ഉണ്ടായിരുന്നു. പിന്നെ നൈറ്റിലെ ഫുഡ് വന്നത് ചപ്പാത്തി, റൈസ്, ചിക്കൻ കറി, ചിക്കൻ ബാർബിക്യൂ, പിന്നെ വെജിറ്റബിൾ കുറുമ, സാലഡ്, ഇതൊക്കെയാണ്. രാത്രി സമയത്ത് ഇവിടുത്തെ വെതർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 15-16 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ ആയിരുന്നു. പുറത്ത് നല്ല തണുപ്പായിരുന്നു, പക്ഷേ ടെൻറ്റിനകത്ത് ഭയങ്കര ചൂടായിരുന്നു. പിന്നെ ഒത്തിരി ലേറ്റായി രാത്രിയായി കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ ടെൻറ്റിനകത്തോട്ടും തണുപ്പ് കയറി തുടങ്ങിയായിരുന്നു കേട്ടോ. പിന്നെ നമുക്ക് ഫാനില്ലാതെ കിടക്കാൻ എനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ കുഴപ്പമുണ്ടായിരുന്നില്ല, നന്നായിട്ട് ഉറങ്ങാൻ പറ്റി. കുട്ടികളാണെങ്കിലും നന്നായിട്ട് ഉറങ്ങി കേട്ടോ. കുട്ടികൾക്ക് ഒത്തിരി ഇഷ്ടമായിട്ട് ഈ സ്ഥലം. രാവിലെ 3:30 ആയപ്പോഴത്തേന് ഞങ്ങളൊക്കെ എണീറ്റു. 4:45 കൂടിയിട്ടാണ് ഞങ്ങൾ ട്രക്കിങ്ങിന് കൊണ്ടുപോയത്. ട്രക്കിങ് കൊണ്ടുപോകുന്നത് കൊളുക്കുമലയിലേക്കാട്ടോ. ട്രക്കിങ്ങിൻ്റെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല, കാരണം കയ്യിൽ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. അടിപൊളി ട്രക്കിംഗ് ആയിരുന്നു. നമ്മൾ പിടിച്ചെന്തായാലും ഇരിക്കണം, കാരണം ചാടി പോകുമായിരുന്നു ജീപ്പിൻ്റെ അകത്തു നിന്നൊക്കെ. ഒരു വണ്ടർഫുൾ എക്സ്പീരിയൻസ് ആയിരുന്നു. ആരും മിസ് ചെയ്യാൻ പാടില്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്. ആദ്യം നമ്മൾ പോയത് വ്യൂ പോയിൻറ്റിലാണ്. ഇവിടെ നിന്നിട്ടാണ് നമ്മൾ സൺറൈസ് കണ്ടത്. ഇതിനു മുമ്പും ഞാൻ സൺറൈസ് കണ്ടിട്ടുണ്ട്, പക്ഷേ ഇത് ഭയങ്കര സൂപ്പർബായിരുന്നു. അധികം സൂര്യപ്രകാശം ഇല്ലാതെ സൂര്യൻ ഉദിച്ചു വരുന്നത് കാണാൻ പറ്റി. പിന്നെ ഒത്തിരി ക്രൗഡഡ് ആയിരുന്നു കേട്ടോ. നാട്ടിലെ ചൂട് കാരണം ഇപ്പോൾ എല്ലാവരും ഇവിടെ ഉണ്ട്. വ്യൂ പോയിൻറ്റിൽ നിന്ന് സൺറൈസ് കണ്ട് പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ പോയത് കൊളുക്കുമലൈ സിംഗപ്പാറയിലോട്ടാണ്. ജീപ്പിൻ്റെ ഡ്രൈവർ ഞങ്ങളോട് പറഞ്ഞിരുന്നു, കുട്ടികളെയും കൊണ്ട് ഇറങ്ങുന്നത് ഇച്ചിരി പാടുള്ള കാര്യമാണ്, റിസ്ക് ആണ്. അപ്പോൾ അതുകൊണ്ട് കുട്ടികളെയും കൊണ്ട് ഇറങ്ങണ്ട എന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ആദ്യം ഇക്കാക്ക് പോയി കണ്ട് വന്നിട്ടാണ് ഞാൻ പോയി കണ്ടത് കേട്ടോ. ശരിയാണ്, കുട്ടികളെയും കൊണ്ട് ഇറങ്ങാൻ നല്ല പാട് തന്നെയാണ്. നമുക്ക് ഒറ്റയ്ക്ക് ഇറങ്ങാൻ പറ്റത്തുള്ളൂ. എന്നിരുന്നാലും കുട്ടികളെയും കൊണ്ട് ഇറങ്ങുന്നവരും ഉണ്ട് കേട്ടോ. ഈ സിംഗപ്പാറയെ കുറിച്ച് എനിക്ക് ഒത്തിരി എക്സ്പെക്റ്റേഷൻസ് ഉണ്ടായിരുന്നു. അതൊക്കെ പൊളിഞ്ഞു വീണ ഒരു സമയമായിരുന്നു കേട്ടോ ഇത്. ഞാൻ വലിയൊരു പാറയാണ് അങ്ങനെയൊക്കെയാണ് കരുതി ചെയ്യുന്നത്. പക്ഷേ നമ്മൾ ഇറങ്ങി ചെല്ലുന്ന ആ ഒരു പാറയുടെ അറ്റം
ആ ഒരു അറ്റം ഭാഗമാണ് ഇങ്ങനെ സിങ്കം പോലെ ഇരിക്കുന്നത് എന്ന് അവിടെ ചെന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അതുകൊണ്ട് മാത്രം എനിക്കൊരു ചെറിയൊരു സങ്കടം ഉണ്ടായിരുന്നു. പക്ഷേ ട്രക്കിംഗ് ഒരു രക്ഷയില്ല, അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ ഈ പറഞ്ഞു കേട്ട പോലെ കൊളുക്കുമലയിൽ ചെന്നിട്ടുണ്ടെങ്കിൽ പന്നിക്കിടക്ക് പോലെ ഇങ്ങനെ കോടമഞ്ഞ് കാണാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അതൊന്നും കാണാൻ പറ്റിയില്ല. അത്രയ്ക്കുള്ള ക്ലൈമറ്റൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. രാവിലെ ഒരു 7 മണി 7:30 ആയിട്ടുണ്ട്. ഇപ്പോഴേ ഇവിടെ ചൂട് തുടങ്ങി. ട്രക്കിങ്ങിന് നമുക്ക് കിട്ടിയ ജീപ്പിൻ്റെ ഡ്രൈവറും കിഡുമായിരുന്നു കേട്ടോ. ചേട്ടൻ്റെ പേര് കാർത്തിക് എന്നാണ്, ചേട്ടൻ്റെ ജീപ്പിൻ്റെ പേര് മണി കാർത്തിക് എന്നാണ്. ഇപ്പോൾ ആരെങ്കിലും പോകാമെന്നുണ്ടെങ്കിൽ ആളെ കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പർ ഞാൻ കൊടുക്കാം. ട്രക്കിങ്ങിൻ്റെ തുടക്കം മുതൽ ഒടുക്കം വരെ ഞങ്ങളിൽ ഒരാളായി നിന്നുകൊണ്ട് ചേട്ടൻ ഞങ്ങൾ ഒത്തിരി കെയർ ചെയ്തായിരുന്നു കേട്ടോ. ട്രക്കിങ് കഴിഞ്ഞ് ഒരു 8:45-9 മണിയോടുകൂടി നമ്മൾ തിരിച്ച് ടെൻറ്റിലോട്ടെത്തി. ഇനി ഞങ്ങൾ സ്റ്റേ ചെയ്ത സ്ഥലം ഒന്ന് ശരിക്കും കാണിച്ചു തരാം. ഇതാണ് ഞങ്ങളുടെ ടെൻറ്റ് വന്നത്. ഇവിടെ ബാച്ചിലേഴ്സിനും ഫാമിലീസിനും സെപ്പറേറ്റ് ആയിട്ടാണ് ടെൻറ്റ് കൊടുക്കുന്നത്. ഈ ഒരു ടെൻറ്റിൽ ഒരു 5-6 പേർക്ക് കിടക്കാം കേട്ടോ. അതിനുള്ള സൗകര്യം ഇതിനുണ്ട്. ഇവർ നമുക്ക് പില്ലോയും അതുപോലെ ബ്ലാങ്കറ്റ്സും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കോടമഞ്ഞൊക്കെ ഇറങ്ങുന്ന സമയത്ത് ഇവിടെ അടിപൊളിയായിരിക്കും. ഇപ്പം ഞങ്ങൾ ചെന്നത് സമ്മറിലാണല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ള കുറവുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എന്നാലും തണുപ്പ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഡ്ഡലി, ദോശ, സാമ്പാർ കൂടി ചട്നി ആയിരുന്നു. നമ്മുടെ പാക്കേജിനകത്ത് വൈകിട്ട് 3 മണിക്ക് ചെക്ക് ഇൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈവനിങ് ഒരു ടീ ആൻഡ് എന്തെങ്കിലും ഒരു സ്നാക്സ് കിട്ടും. അതിനുശേഷം ഒരു 4:30 കൂടി നമ്മളെ ട്രക്കിങ്ങിന് കൊണ്ടുപോകും. ട്രക്കിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നടന്നുകൊണ്ടുള്ള ട്രക്കിംഗ് എന്നാണ് പറഞ്ഞത്. ഞങ്ങൾ ലേറ്റായി വന്നുകൊണ്ട് അതിന് പോകാൻ പറ്റിയില്ല. ഈ ഒരു ട്രക്കിങ്ങിൽ സൺസെറ്റും കൂടെ കണ്ടിട്ട് അവർ തിരിച്ചു വരും എന്നാണ് പറഞ്ഞത്. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു. അപ്പോൾ ഞങ്ങൾ ചെക്ക് ഔട്ട് ചെയ്യാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ.